അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് എടുക്കാൻ പോകുന്നത് സൂറത്ത് യാസീനിലെ 66 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ്. നമ്മുടെ യാസീൻ ഏകദേശം അവസാനിക്കാറായി. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു പറയുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലതമസ്നാ അലാ അഅ്യുനിഹിം, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു. അതായത് അവരുടെ കാഴ്ച എടുത്തു കളയുമായിരുന്നു. ഫസ്തബഖുസ് സിറാത്ത്, അപ്പോൾ അവർ പോകാൻ നിൽക്കുന്ന വഴിയിൽ മുന്നോട്ട് പോകാൻ നിൽക്കും. അവരുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ അവർ നിൽക്കുമ്പോൾ അവരുടെ കാഴ്ച എടുത്തു കളഞ്ഞാൽ ഫഅന്നാ യുബ്സിറൂൻ, പിന്നെ അവർക്ക് എങ്ങനെ കാണുവാൻ കഴിയും? അതായത് അവർ പോവാൻ തയ്യാറായി നിൽക്കുന്ന വഴിയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയുന്നു. പിന്നെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യം വലാ യർജിഊൻ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും അലാ മകാനതിഹിം, അവർ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ അവർക്ക് രൂപമാറ്റം വരുത്താമായിരുന്നു. ഫമസ്തതാഉ മുദിയ്യം വലാ യർജിഊൻ, അപ്പോൾ അവർക്ക് മുന്നോട്ടോ പിറകോട്ടോ പോകുവാൻ സാധിക്കുകയില്ല. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. വമൻ നുഅമ്മിർഹു, ആർക്കാണോ ആയുസ്സിൽ വർധനവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ദീർഘായുസ് കൊടുക്കുന്നത്, നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, അവരുടെ സൃഷ്ടിപ്പിൽ നാം അവരെ തുടക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അഫലാ യഅഖിലൂൻ, എന്നിരിക്കെ അവൻ ചിന്തിക്കുന്നില്ലേ? അതായത് പ്രായമായി കഴിയുമ്പോൾ അവരുടെ കുട്ടിപ്രായത്തിലേക്ക് തിരിച്ചു വരും. ആ സ്വഭാവത്തിലേക്ക്, ആ പ്രകൃതത്തിലേക്ക് അവർ മാറും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വമാ അല്ലംനാഹു അശ്ശഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. വമാ അല്ലംനാഹു അശ്ശഅറ, നബി തങ്ങൾക്ക് നാം കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ യൻബഗി ലഹു, നബി തങ്ങൾക്ക് അത് യോജിച്ചതുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ, ഖുർആൻ എന്നുള്ളത് വ്യക്തമായ ഉത്ബോധനവും തത്വോപദേശങ്ങളും അടങ്ങുന്നതാണ്. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയുള്ളതാണിത്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്കുമേൽ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായി പുലരുന്നതിനു വേണ്ടിയും. പ്രിയപ്പെട്ടവരെ, ഇന്നെടുത്ത ഭാഗം എല്ലാവരും വൃത്തിയായി പഠിച്ചു വെക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ് ആകുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.